എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് കോട്ടയത്തിൻ്റെ സ്വന്തം പലഹാരമായ ചുരുട്ടാണ്. ചുരുട്ട് എന്താണെന്നറിയാത്തവർക്ക് വേണ്ടി പറയാം. ഇത് കോട്ടയത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. അവലോസ് പൊടിയാണ് ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. അവലോസ് പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇനി ചുരുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 നുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ. ചപ്പാത്തി പരുവത്തിലാണ് കുഴച്ചെടുക്കുന്നത്. കുറച്ചുകൂടെ ലൂസായാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ കുഴച്ചുണ്ടാക്കി പരത്തി ചുട്ടെടുക്കുന്നതിന് മലയാളത്തിൽ മണ്ടക എന്നും ഇംഗ്ലീഷിൽ പേസ്ട്രി എന്നും പറയും. ഇതുപയോഗിച്ച് വളരെ തിന്നായിട്ടുള്ള ഷീറ്റ്സ് ഉണ്ടാക്കിയെടുക്കും. അതിലാണ് ഈ അവലോസ് പൊടിയുടെ കൂട്ട് ഫില്ല് ചെയ്യുന്നത്. കൂട്ടിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഇത് വളരെ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇവിടെ 12 ബോളുകളാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. 12 ബോൾ ഉണ്ടെങ്കിൽ 24 ചുരുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് കുറച്ച് അരിപ്പൊടിയാണ്. അരിപ്പൊടിയിലാണ് ഈ മൈദയുടെ ബോളുകൾ പരത്തിയെടുക്കുന്നത്. ഇതുപോലെ നല്ലവണ്ണം അരിപ്പൊടി ഇട്ടതിന് ശേഷം വേണം പരത്തിയെടുക്കാൻ. നമുക്ക് പറ്റുന്ന അത്രയും കട്ടി കുറച്ച് വേണം ഇത് പരത്തിയെടുക്കാൻ. നന്നായിട്ട് പരത്തിയെടുത്ത് കഴിയുമ്പോൾ ഒരു പേപ്പറിൻ്റെ കനം മാത്രമേ ഇതിനുണ്ടാവൂ. ഇതുപോലെ ഒരു 4 എണ്ണം കൂടെ പരത്തിയെടുക്കാം. ഏറ്റവും കനം കുറച്ച് പരത്തിയെടുത്താലേ ചുരുട്ടിന് നല്ല പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. 4 എണ്ണം പരത്തിയതിന് ശേഷം ഇത് ഒന്നുകൂടെ തിന്നാക്കാനുള്ള കാര്യം ചെയ്യുന്നുണ്ട്. അത് വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓരോ പ്രാവശ്യവും പരത്തുമ്പോൾ നല്ലവണ്ണം അരിപ്പൊടി കോട്ട് ചെയ്തതിന് ശേഷം വേണം പരത്തിയെടുക്കാൻ. 4 എണ്ണം ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഇടയ്ക്ക് പൊടിയിട്ട് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇതിനി ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇതുപോലെ പരത്തിയെടുക്കുമ്പോൾ ഇത് നല്ല പേപ്പർ പോലെ ആയി കിട്ടും. നല്ല തിന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷേപ്പിന് വേണ്ടിയിട്ട് മുറിച്ചെടുക്കാം. ഇത് ഏകദേശം ഒരു ഇടത്തരം വലിപ്പമുള്ള ഒരു പാത്രമാണ്. 5 ഇഞ്ച് നീളം കാണും ഇതിന്. ഇതുപോലെ 4 എണ്ണവും വേറെ വെച്ചതിന് ശേഷമാണ് മുറിച്ചെടുക്കുന്നത്. എല്ലാം കൂടെ ഒന്നിച്ച് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അരികെല്ലാം കൂടെ ഒട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വേറെയായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ നടുവേ ഒന്ന് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 8 ചുരുട്ടിനുള്ളത് ഇവിടെ പരത്തി മുറിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തതായി ചെയ്യേണ്ടത് ഇതിന് ഉള്ള ഫില്ലിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി 1 കപ്പ് പഞ്ചസാര ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് 1/4 കപ്പ് പഞ്ചസാരയ്ക്ക് 1/4 കപ്പ് വെള്ളമാണ്. ഞാൻ പക്ഷേ കുറച്ച് അളവ് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. 1 സ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർത്തതിന് ശേഷം ഇത് അടുപ്പത്ത് വയ്ക്കാം. ഈ ഒരളവിൽ പഞ്ചസാരയും വെള്ളവും കൂടി എടുത്തപ്പോഴാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ചുരുട്ട് കിട്ടിയത്. ഇതിനിയൊന്ന് അലിയിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടുന്നതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം. ഒരു നൂൽ പാകം എന്ന് പറയാം. ചുരുട്ടിൻ്റെ അകം കുറച്ച് ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു നൂൽ പാകം ആകാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ തീ ഓഫ് ചെയ്യുന്നുണ്ട്. പഞ്ചസാരപ്പാനി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഒരു പരന്ന പാത്രത്തിലേക്ക് കുറച്ച് പഞ്ചസാരപ്പാനി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് ഈ മൈദയുടെ ഷീറ്റ്സ് മുക്കിയെടുക്കാൻ വേണ്ടിയാണ്. പഞ്ചസാരപ്പാനിയുടെ പാകം കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ചുരുട്ട് ശരിയാകുകയില്ല. ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ അവലോസ് പൊടിയെല്ലാം കൂടെ പഞ്ചസാരപ്പാനിയിൽ കുതിർന്നു പോകും. ഒരു നൂൽ പാകത്തിലും കൂടുതൽ കുറുകിപ്പോയിട്ടുണ്ടെങ്കിൽ അവലോസുണ്ട പോലെ ഇതിൻ്റെ ഫില്ലിങ് മാറിപ്പോകും. അടുത്തതായി ചെയ്യേണ്ടത് ഇതിലേക്ക് ആവശ്യമുള്ള അവലോസ് പൊടി ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഏകദേശം ഒരു 2 കപ്പ് അവലോസ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടിച്ചത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് കുറച്ചും കൂടി ഒന്ന് ടൈറ്റായിട്ട് വരും. ഇനി കുറച്ച് വാനില എസൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉണ്ടാക്കുന്നവർ ഈ കൂട്ടൊന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു പാകത്തിൽ വേണം അവലോസ് പൊടി കുഴച്ചെടുക്കാൻ. ഇനി ഇത് അധികം സെറ്റാകില്ല.
പഞ്ചസാരപ്പാനി ഉണ്ടാക്കുന്ന സമയത്ത് നാരങ്ങാ നീര് 1 സ്പൂണെങ്കിലും ചേർക്കണം, അല്ലെങ്കിൽ ഇത് കട്ടയായിട്ട് പോകും. ഇത് ഞാൻ നേരത്തെ അവലോസ് പൊടി ഉണ്ടാക്കി വെച്ചതാണ്. ഈ അവലോസ് പൊടി ഉപയോഗിച്ചിട്ടാണ് ചുരുട്ടുണ്ടാക്കുന്നത്. അവലോസ് പൊടി ഉണ്ടാക്കാൻ അറിയാത്തവർ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക. ഞാൻ ഇതിൻ്റെ എൻഡ് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവലോസ് പൊടിയുടെ റെസിപ്പി ഇട്ട് വെച്ചിട്ടുണ്ട്. ഫില്ലിങ് റെഡിയായതിന് ശേഷമാണ് മൈദയുടെ ഷീറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. 30 സെക്കൻഡ് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സൈഡ് റെഡിയായിട്ട് കിട്ടും. ഒരുപാട് സമയം കുക്ക് ചെയ്യരുത്. അങ്ങനെ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ സമയം ദോശക്കല്ലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഉണങ്ങി വരും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുകയില്ല. ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഒടിഞ്ഞു പോകും. ഞാൻ സാധാരണ കുറേശ്ശെ ഷീറ്റ്സ് ഉണ്ടാക്കിയതിന് ശേഷം ഫില്ല് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് പാകം നിങ്ങൾക്ക് മനസ്സിലാകും. ഉണ്ടാക്കി വരുമ്പോൾ ഇതുപോലെ പേപ്പർ പോലെ കനം കുറഞ്ഞാണ് ഇരിക്കുന്നത്. അടുത്തതായി ചെയ്യുന്നത് ഈ ഷീറ്റ് പഞ്ചസാരപ്പാനിയിൽ ഇതുപോലെയൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. ഈ ഒട്ടിക്കുന്ന ഭാഗം മാത്രം മുക്കിയെടുത്താലും മതി. ഞാൻ മുഴുവനായിട്ട് മുക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 ഭാഗം ഇതുപോലെയൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കൂട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അറ്റം ഇതുപോലെയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. 2-3 എണ്ണം ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിക്കുന്നുണ്ടെങ്കിലേ ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ. കട്ട് ചെയ്ത ഭാഗം താഴെ വരുന്ന രീതിയിൽ നേരെ നടുവേ വേണം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാൻ. അതിനുശേഷം 3 വിരൽ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരും. 2 മണിക്കൂർ ഇത് അടച്ചു വെച്ച് കഴിയുമ്പോഴേക്ക് ഈ ഷുഗർ സിറപ്പൊക്കെ ഷീറ്റിലൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. ആ ഒരു സമയത്ത് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ചുരുട്ടിൻ്റെ റെസിപ്പി എല്ലാവരും കണ്ടില്ലേ? ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ ചുരുട്ട് നന്നായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റാണ് ചുരുട്ട്. പല ആളുകളോടും ചോദിച്ച് പല പ്രാവശ്യം ഉണ്ടാക്കിയതിന് ശേഷമാണ് എനിക്ക് ഇത്രയും പെർഫെക്റ്റായിട്ട് ചുരുട്ടുണ്ടാക്കാൻ പറ്റിയത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ ആരും വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഇതുവരെ യൂട്യൂബിൽ ഇട്ടിട്ടില്ല. ഇത് കൃത്യമായിട്ട് നോക്കി ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല പെർഫെക്റ്റായിട്ട് ചുരുട്ടുണ്ടാക്കാൻ പറ്റും. ഇന്നത്തെ ചുരുട്ടിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേരിപ്പോൾ പഴയ കാലത്തേക്ക് പോയിട്ടുണ്ടാകും. 2 മണിക്കൂർ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചതിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത്. പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന ഈ സ്വീറ്റ് എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കാനും ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട.